ഓം ഗുരുഭ്യോ നമഃ. ഏകദന്തം മഹാകായം സപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും അംബികാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ ലാലിമായ. 2019 മേടരവി വിഷു സംക്രമം സർവചരാചരങ്ങളിലും സർവജീവജാലങ്ങളിലും പ്രകടമായ മാറ്റം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. 2019 മേടവിഷു രവി സംക്രമം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് അവരുടെ ജീവിത രീതിയിലും അവരുടെ ഉദ്യോഗപരമായിട്ടുള്ള വിഷയങ്ങളിലും സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും കുടുംബപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുമുള്ള വിഷയങ്ങളിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം മകൻ നക്ഷത്രമാണ്. ചിങ്ങരാശിയിൽ ഉൾപ്പെടുന്ന മകൻ നക്ഷത്രം നക്ഷത്രത്തിൻ്റെ അല്ലെങ്കിൽ രാശിയുടെ ചിങ്ങരാശിയുടെ 5ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നൊരു കാലഘട്ടമാണ്. ദൈവാധീനം ഉണ്ടാകുന്നുണ്ട്. ശനിയുടെ സഞ്ചാരം 5ാം ഭാവത്തിലാണ്. ചിങ്ങരാശിയുടെ 5ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. ഇപ്പോൾ മേടരവി വിഷു സംക്രമം മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. അതായത് ആയില്യം 2ാം പാദത്തിലാണ് രവി സംക്രമം നടക്കുന്നത്. അതിൻ്റെ 2ാം നക്ഷത്രമായ മകൻ നക്ഷത്രത്തിനും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും മറ്റു മേഖലകളിൽ നിൽക്കുന്നവർക്കും, അതായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലകൾ, സന്താനങ്ങളുടെ വിഷയത്തിൽ നിൽക്കുന്ന മാതാപിതാക്കളുടെ വിഷയങ്ങളിൽ അവർ ആ മകൻ നക്ഷത്രത്തിൽ ഉൾപ്പെട്ടവരാണ്. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരുവിധം എല്ലാ മകൻ നക്ഷത്രക്കാർക്കും മേടവിഷു സംക്രമം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. എന്നിരുന്നാലും ദൈവാധീനം കൂട്ടുകയാണെങ്കിൽ മേടവിഷു സംക്രമം അനുയോജ്യമാവും. കാരണം വ്യാഴത്തിൻ്റെ ത്രികോണഭാവത്തിലെ സഞ്ചാരസ്ഥിതിയാണ്. വിദ്യാഭ്യാസപരമായിട്ട് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വിദ്യാ പുരോഗതിക്ക് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന കഴിപ്പിച്ച് ഹനുമാൻ ക്ഷേത്രത്തിൽ വടമാലയോ വെറ്റിലമാലയോ ഒക്കെ സമർപ്പിച്ച് അവർക്ക് വിദ്യാ പുരോഗതി നേടാൻ പറ്റിയൊരു കാലഘട്ടമാണ്. അതുകൂടാതെ വിവാഹത്തിന് ശ്രമിക്കുന്ന മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 5ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കാനും അത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ നടത്താനും, വിവാഹം നടക്കുകയോ അല്ലെങ്കിൽ അതൊരു തീരുമാനം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു കാലഘട്ടമാണ്. ഉദ്യോഗ സംബന്ധമായിട്ട് പുരോഗതി പ്രതീക്ഷിക്കുന്നവർക്കോ ഇൻ്റർവ്യൂ സംബന്ധിച്ചുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് ബിസിനസ് പരമായിട്ട് കൂടുതൽ ധനം മുടക്കുന്നവരോ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമായതിനാൽ ഈ വർഷം അനുകൂലമാണ്. പക്ഷേ മേട വിഷു സംക്രമം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും എങ്കിലും ദൈവാധീനം കൂട്ടുകയാണെങ്കിൽ നമുക്കത് അനുകൂലമാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഗാവസ്ഥയിൽ നിൽക്കുന്നവരാണെങ്കിൽ അത് സംബന്ധിച്ച ആശുപത്രിവാസമോ തൊഴിൽപരമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവരിൽ ബഹുനില മാളികകൾ പണിയുമ്പോൾ നിൽക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച്, അതുകൂടാതെ അപകടകരമായ മേഖലകളിൽ പണിയെടുക്കുന്നവർക്ക് ഇവർക്കൊക്കെ ചെറിയ രീതിയിൽ മുറിവുകളോ ചതവുകളോ അത് സംബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ദൈവാധീനം കൂട്ടി ക്ഷേത്ര ദർശനങ്ങളും ക്ഷേത്ര പൂജാതി കാര്യങ്ങളും കുടുംബപര ദേവതാപ്രീതിയും നടത്തി വരികയാണെങ്കിൽ കൂടുതൽ ഉത്തമമാണ്.